കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. മരിച്ച എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകും. അടിയന്തര ധനസഹായവും എബ്രഹാമിന്റെ ഭാര്യയ്ക്ക് ചികിത്സാ സഹായവും നൽകാതെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ആരംഭിക്കേണ്ട എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. മൃതദേഹം വെച്ചുള്ള സമരത്തിനില്ല. ഇല്ല. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? കുടുംബം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക. കാരണം പിന്നെ മയക്കുവെടി വെച്ച് ഏതിനെയാണ് മയക്കുവെടി വെക്കുക? കുറേ എണ്ണങ്ങളുണ്ട്. ഏതാണെന്ന് നമുക്കറിയില്ലോ. മയക്കുവെടി വെച്ച് കഴിഞ്ഞാലും മയങ്ങി വീണ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവരെങ്ങനെ എടുത്തുകൊണ്ട് പോകും? പിന്നെ മക്കൾക്ക് ആർക്കെങ്കിലും ജോലി, പിന്നെ നഷ്ടപരിഹാര തുക എത്രയാണെങ്കിൽ അത്. എബ്രഹാമിന്റെ ബന്ധുക്കൾ കളക്ടറുമായി ചർച്ച നടത്തും. വിലാപയാത്ര പ്രതിഷേധയാത്രയാകുമെന്ന് കൂരാച്ചുണ്ട് ഫെറോന വികാരി വിൻസെന്റ് കണ്ടത്തിൽ പറഞ്ഞു. വിലാപയാത്രയായിട്ട് തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതും അതുപോലെ വരണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതും. കർഷകർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സർക്കാരാണിതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരുന്നു. തുടർന്നുള്ള നാളുകളിൽ ദിവസങ്ങളിൽ ഈ കാട്ടുപോത്തിൻ്റെയും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കൂരാച്ചുണ്ടിൽ UDFും LDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചു. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ വെറ്ററിനറി സംഘം വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. AK അഭിലാഷ് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ കൂരാച്ചുണ്ടിൽ എന്താണ് സ്ഥിതിഗതികൾ? അബ്രഹാമിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകൾ എന്തൊക്കെ? നികേഷേ, ഞാനിപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നതിനാൽ തന്നെ ബന്ധുക്കളൊക്കെ ഭൂരിഭാഗവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഇവിടെ പ്രാർത്ഥനയടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പള്ളി വികാരി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഒരു മകൻ ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു മകളും ആണ് ഇവിടെ ഉള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അബ്രഹാമിൻ്റെ ഒരു മകനാണ് ജോമോൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, 2 മാസമായിട്ട് പുറത്തായിരുന്നു. നാട്ടിൽ പണിയില്ലാത്തതുകൊണ്ടാണ് പുറത്തു പോയത്. ഞാൻ ഇന്നലെയാണ് വന്നത്. അപ്പം എന്നെക്കാളും കൂടുതൽ വരുന്നത് വേറൊരു ചേട്ടനാണ്. ചേട്ടൻ പറയും. എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ചേട്ടൻ പക്ക ഒരു കർഷകരാണ്. രാവിലെ മൂപ്പര് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് കൃഷിസ്ഥലത്തേക്ക് പോയതാണ്. മൂപ്പര് തൊട്ട അയൽവാസിയാണ് ഞാൻ. അപ്പോൾ മൂപ്പര് രാവിലെ പോയി കഴിഞ്ഞാൽ 5 മണി 5:30 മണിയെ കഴിഞ്ഞ് വരുന്നു. അപ്പോൾ മൂപ്പരുടെ കൃഷി സ്ഥലത്തുനിന്ന് ഒച്ചത്തുള്ള അലർച്ച കേട്ടിട്ട് അയൽവാസിയായ ഒരു ചേച്ചി അവിടെ അണ്ടി പെറുക്കുക പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒച്ച കേട്ടിട്ട് ആൾക്കാരെ വിളിച്ചു ചെന്ന് നോക്കിയപ്പോൾ അബ്രഹാം ചേട്ടനെ അദാരുണമായിട്ട് ഇങ്ങനെ മരിച്ചിട്ടില്ല, ജീവപ്രാണമായിട്ട് കിടക്കുന്ന കാഴ്ച കാണുന്നത്. പോത്ത് കുത്തിയിട്ട് എന്നിട്ട് കൊമ്പ് കയറി കൈ തന്നെ പുറത്തേക്ക് എല്ലാം കൂടി ആയ അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇവിടുന്ന് ആൾക്കാർ എടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഇപ്പോൾ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ. പിന്നെ ഇവരുടെ അബ്രഹാം ചേട്ടൻ്റെ ഭാര്യയ്ക്ക് പ്രഥമ ചേച്ചി പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ചികിത്സയും തുടർ നടപടികളും മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുള്ള ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് കൊടുക്കണം. ആ രീതിയിലുള്ള ഒരു ധനസഹായവും. പിന്നെ പിള്ളേരായ 2 മക്കളുണ്ട്, അവർക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അവർക്കൊരു സർക്കാർ ജോലി ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ജോലി കൊടുക്കണം. അങ്ങനെ കുടുംബത്തെ നമ്മൾ ചേർത്ത് നിർത്തണം. ഇന്നിപ്പോൾ അബ്രഹാം ചേട്ടനായി സംഭവിച്ചെങ്കിൽ നാളെ കക്കയത്തെ അയൽവാസികളെ ഞങ്ങൾക്കും സംഭവിക്കാം. ഞങ്ങൾക്ക് പക്ക കർഷകരാണ്, വേറെ ജോലികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യ തന്നെ പൊതിഞ്ഞിരുന്ന ചോറും പൊതിയായിട്ട് ഞങ്ങൾ കയറി പോയി കഴിഞ്ഞാൽ 5 മണി 5:30 കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ചിലപ്പോൾ ഇതിങ്ങനെയായിരിക്കും. 2 മാസങ്ങളായിട്ട് പോത്ത് അവിടെ ഇതേപോലെ അക്രമാസക്തരായ പോത്തുകൾ 5-6 എണ്ണം അബ്രഹാം ചേട്ടനെ ഒന്ന് ഓടിച്ചതാണ്. അന്ന് ഫോറസ്റ്റുകാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അബ്രഹാം ചേട്ടൻ. അപ്പോൾ അവരതിനെ വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. അങ്ങനെ അന്ന് എടുത്തിരുന്നെങ്കിൽ ഈ പോത്തിനെ തുരത്തുമായിരുന്നെങ്കിൽ അബ്രഹാം ചേട്ടൻ ഈ ഗതി വരില്ലായിരുന്നു. ഫോറസ്റ്റുകാരുടെ നിന്ന് വരുന്ന ശക്തമായ ഒരു അനുഭാവപൂർണ്ണമല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്യമൃഗങ്ങൾ എന്തെങ്കിലും കാട്ടിൽ എവിടെയും ചത്ത് കിടന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു, അതിൻ്റെ അളവെടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. തേച്ച് മിനുക്കിയ ഡ്രസ്സും എടുത്ത് വന്ന് ഇവരുടെ കാര്യങ്ങൾ കണ്ട് നമുക്ക് വിഷമം തോന്നും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, കാട്ടുപോത്ത് കുത്തിയിട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരാരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ തയ്യാറല്ല. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാരും വരുന്നില്ല, ഒന്ന് കാണാൻ കൂടി വരുന്നില്ല ഇവർ. ഇവിടെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന അതുകൊണ്ടേ വിറ്റിട്ടാണ് ഞങ്ങൾ ഓരോ കുടുംബങ്ങളും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനവും ഇല്ല. ഇന്നത്തെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പ്രതിഷേധങ്ങൾ കോഴിക്കോട് നിന്ന്
പോസ്റ്റ്മോർട്ടം ചെയ്ത് പിന്നെ ബോഡി കിട്ടിയ ശേഷം വിലാപയാത്രയായിട്ട് കക്കയത്തേക്ക് വരുന്നതാണ് പറഞ്ഞത്. ഒരു അറിവ് അങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ ഒരു പൊതുയോഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് കർഷകരുടെ വികാരം വിങ്ങിപ്പൊട്ടുമോ എന്നൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല. അങ്ങനെ പോട്ടെ, ആ രീതിയിലേക്ക് പോകാതിരിക്കട്ടെ. താമരശ്ശേരി രൂപത മെത്രാനാണ് പിന്നെ ശവസംസ്കാര ചടങ്ങുകളും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിൽ അവസാനിക്കും എന്ന് വിചാരിക്കാം. ഒരു കാര്യമേ പറയാനുള്ളൂ എനിക്ക്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും പിന്നെ വനമന്ത്രിയോടും, ഞങ്ങൾ ഓരോ പ്രാവശ്യവും കർഷകരുടെ കണ്ണീര് നിങ്ങളിങ്ങനെ കാണുന്നുണ്ടല്ലോ, അത് കാണുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബന്ധുക്കാരോ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ വില എന്താണെന്ന് അറിയുള്ളൂ. ഇവിടെ കർഷകർ ഓരോ വർഷവും ഓരോ ദിവസവും അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നത്. സിനോജ് തോമസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. സിനോജ്, കർഷകർക്ക് കൃത്യമായ ഉപാധിയുണ്ട്. ആ ഉപാധി ഇതിനകം തന്നെ ജില്ലാ ഭരണാധികാരികളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നാണ് നമ്മളിപ്പോൾ അവരുടെ പ്രതിനിധികളിൽ നിന്ന് കേൾക്കുന്നത്. എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ വനംവകുപ്പ് ഇതിനോട് പ്രതികരിക്കുന്നത്? നികേഷ് കുമാർ, ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് കളക്ടറേറ്റിലാണ്. 15 മിനിറ്റായി കളക്ടറുമായി ബന്ധപ്പെട്ടവർ ചർച്ച നടത്തുകയാണ്. കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മകനും സഹോദരനും കോഴിക്കോട് MP MK രാഘവനും DCC പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെയും കർഷക സമരസമിതിയുടെ ആൾക്കാരും കളക്ടറുമായി ചർച്ച നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 4-5 പ്രധാന ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ ഈ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ സഹോദരൻ ജോണി റിപ്പോർട്ടറിനോട് പറഞ്ഞത് മൃതദേഹം വെച്ചുള്ള സമരത്തിന് ഞങ്ങളില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം കോതമംഗലത്ത് കണ്ടതാണ് മൃതദേഹം റോഡിലൂടെ കൊണ്ടുവന്ന കാഴ്ചയൊക്കെ തന്നെ കണ്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും വൈകുന്നത്. ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു തീരുമാനമാകാതെ ഇൻക്വസ്റ്റ് നടത്തേണ്ട എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. രാവിലെ തന്നെ മെഡിക്കൽ കോളേജിൽ കൂരാച്ചുണ്ട് പോലീസ് എത്തിയിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്താത്തത് കൊണ്ട് ഇൻക്വസ്റ്റ് ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾ സഹോദരനും മകനും ഈ കോഴിക്കോട് കളക്ടറേറ്റിലാണുള്ളത്. പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം. ഇന്നലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായ സമയത്ത് DCP കളക്ടറുമായി സംസാരിക്കുകയും കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന റിലീസിൽ പറയുന്നത് മയക്കുവെടി വെക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിലൊരു വ്യക്തത വേണം. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം. വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കളക്ടർക്കുണ്ട്. ആനയും കടുവയും പോലെ അല്ല കാട്ടുപോത്ത്. അതുകൊണ്ട് കളക്ടർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവരുടെ ആവശ്യം. ആ കാര്യം ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. DF അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ ചെക്കായിട്ട് കൈമാറും. ബാക്കി 5 ലക്ഷം രൂപ ലീഗൽ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഉടൻ തന്നെ ബാക്കി 5 ലക്ഷവും കൈമാറുമെന്നാണ് DF അറിയിച്ചിരിക്കുന്നത്. അത് പോരാ, 50 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നാണ് കുടുംബത്തിന്റെയും സമരസമിതിയുടെയും ആവശ്യം.